പത്തരമാറ്റിലാണെങ്കിൽ നമ്മുടെ ആര് നവ്യയാണെങ്കിൽ പറയുന്നുണ്ട്. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആദർശിനെയും നയനയോടും ഉള്ള വെറുപ്പൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അവരെ എല്ലാവരെയും ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട്. അവരുടെ വാക്കുകൾ ഞാൻ കേട്ടില്ലെന്നുള്ള ആ ഒരു കുറ്റബോധം കൊണ്ടും ഞാൻ അവരുടെ അടുത്തേക്ക് പോകുന്നില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അതായത് നന്ദു കണ്ടുപിടിക്കുകയാണ് നവ്യയുടെ ആ മനസ്സ് കേട്ടോ. അതായത് നന്ദു തിരിച്ചറിയുന്നുണ്ട്, നവ്യ ചേച്ചി ഞങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ്, ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നന്ദു തിരിച്ചറിയുന്നു. അതായത് അമ്പല പരിസരത്ത് നിന്ന് തന്നെയാണ് നന്ദു തിരിച്ചറിയുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ നവ്യാണെങ്കിൽ കുറേ വഴിപാടും കാര്യങ്ങളൊക്കെ നേർന്നിട്ടുണ്ടാകും. ഇതേ സമയമാണെങ്കിൽ ആ വഴിപാട് പൂർത്തീകരിക്കാനായിട്ട് നമ്മുടെ നവ്യ പോകുമ്പോൾ നവ്യ പോലും അറിയാതെ നമ്മുടെ നന്ദു നവ്യയെ പിന്തുടരുന്നുണ്ട്. ഒടുവിൽ നവ്യയുടെ ആ രഹസ്യം നമ്മുടെ നന്ദു തിരിച്ചറിയുന്നു. നവ്യയോട് തന്നെ ചോദിക്കുമ്പോൾ നവ്യ സത്യങ്ങൾ വെളിപ്പെടുത്തുന്നത് കാണാനായിട്ട് കഴിയും. ഇതേ സമയം നന്ദുവിനോട് ഈ കാര്യമൊന്നും ആരോടും പറയരുത് എന്ന് പറയുന്ന നവ്യയെ കാണാനായിട്ട് കഴിയൂട്ടോ. കൂടാതെ അവന്തികയെക്കുറിച്ചുള്ള ഒരു സൂചന നന്ദുവിന് നവ്യ നൽകുന്നതും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ പ്രേക്ഷകരെ, കൂട്ടുകാർ.